90 വയസ്സായ സാറ. Sarah was 90 years old. ഇനിയും കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞു. Everyone said there's no possibility to have a child. പക്ഷെ അവൾക്ക് കുഞ്ഞിനെ കിട്ടി. But they received a child. എങ്ങനെ അവൾക്ക് അത് നടന്നു എന്ന് നമുക്ക് നോ ക്ലൂ. We have no clue how that happened. കാരണം മെഡിക്കൽ സയൻസിൽ അവിടെ തെളിവില്ല. Because medical sciences have no evidence. പക്ഷെ ബൈബിൾ പറയുന്നു, and Bible says പ്രായം കഴിഞ്ഞിട്ടും even after age passed, സാറ പറയാൻ തുടങ്ങി. and Sarah started to say, എന്താ അവള് പറഞ്ഞെന്നറിയാമോ? what did she say? അവൻ വിശ്വസ്തനാണ്. But he is faithful. അവൻ വിശ്വസ്തനാണ്. But he is faithful. നാട്ടുകാർ ഓരോന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞു, he is so faithful. When everyone said against it, she said, my Lord is faithful. കുഞ്ഞുങ്ങളില്ലല്ലോ, എത്രയും നാളായിട്ട് കർത്താവിനെ സേവിക്കാൻ പോയിട്ട് നിനക്ക് എന്നാ കിട്ടിയടി എന്ന് നാട്ടുകാർ ചോദിച്ചപ്പോൾ people asked her, even after serving the Lord, what did you receive? You don't even have a child. അവൾ പറയാൻ തുടങ്ങി, അവൻ വിശ്വസ്തനാണ്. She started to say, he is faithful. എറിക്കിടക്കാൻ ഒരു ഇടമില്ല. When there was no place to stay. 10-25 വർഷമായി പാസ്റ്റർ. 25 years. പക്ഷെ ദൂത് കാല് കുത്തുന്നിടം നിനക്ക് അവകാശമാക്കി തരുമോ? The promise was that wherever you step will be your inheritance. കൂടുള്ളവരും കൂട്ടുകാരും ഒക്കെ പറഞ്ഞു, പിന്നെ വരുന്ന പാസ്റ്റർമാരെല്ലാം പറയുന്ന കാല് കുത്തുമ്പോ ഇപ്പൊ തരുമെന്ന്. Everyone says, everyone who comes gives a promise, wherever you step will be an inheritance. ഇത് കേട്ടിട്ട് അവൾ അവരുടെ കൂടെ നിൽക്കാതെ മാറി നിന്നിട്ട് പറഞ്ഞു, he is so faithful. And she stood apart and said, he is so faithful. നിന്റെ തലമുറയിൽ നിന്ന് രാജാക്കന്മാര് പുറത്തു വരുമെന്നാണല്ലോ പറഞ്ഞേ. They said your generation kings will arise. രാജാക്കന്മാര് വേണ്ട, ഒരു ദാസനെങ്കിലും വരുന്നില്ലല്ലോ. At least one servant will arise. അപ്പോഴും അവർക്ക് മാറി നിന്ന് അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ 24ാമത്തെ വർഷത്തിലും പറഞ്ഞു, he is so faithful. Even at that time she didn't stand with them. She said in the 24th year, he said he is faithful. നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന് പകൽ? Can you say today? ഒത്തിരി ചോദ്യങ്ങൾ, many questions are ഒത്തിരി facing സംശയങ്ങൾ, you. Many doubts are facing you. നമ്മുടെ വിശ്വാസത്തെ കളയുന്ന, അവിശ്വാസം കൊണ്ടുവരുന്ന പല സാഹചര്യങ്ങൾ, many unbelieving circumstances that reduce our faith. പക്ഷെ കൈ ഉയർത്തി എത്ര പേർ പറയും, How many can lift up your hands and say, അവൻ വിശ്വസ്തനാണ്? my Lord is faithful. ഇവളത് പറഞ്ഞപ്പോ, When she said this, അവൾ സ്തുതിക്കാൻ തുടങ്ങിയപ്പോ, in our terminology, when she started to thank God. എല്ലാ പാട്ടും സ്തുതിയല്ല. Not every song is a thanksgiving or praise. ചിലടത്ത് പരാജയങ്ങൾ, പരിഭവങ്ങൾ, നിരാശകൾ, ചോദ്യങ്ങൾ ഇതെല്ലാം പാട്ടിൽ വന്നേക്കാം. Sometimes certain song carries depression or questions or troubles. എന്നാൽ ചില പാട്ടുകൾ, But some songs അവനെ ഉയർത്തുന്നതാണ്, that will lift him up, അവനെ സ്തുതിക്കുന്നതാണ്. that will give him praise. അത് പാടുമ്പോ ഒരു ശക്തിയാണ്. When you sing that, there will be a strength that comes out of it. അതിനകത്ത് പരിഭവമില്ല പാസ്റ്ററെ. There is no questions or അതിനകത്ത് worries. ചോദ്യങ്ങളില്ല. There is no questions that is lying there. അതിനകത്ത് ഒത്തിരി വാക്കുകൾ കാണത്തില്ല. There is not many words in it. ചിലപ്പോ സിമ്പിൾ ആയിരിക്കും. It might be so simple. സിമ്പിൾ ആയിരിക്കും. It might be simple. ഹല്ലേലൂയ, Thank you, Lord. കണ്ടോ? അതുകൊണ്ട് ഈ പാട്ട് മാത്രം സ്തുതിയാന്നല്ല ഞാൻ പറഞ്ഞു. I'm not saying this song alone is praise or thanksgiving. ദൈവദാസനെ, അതിനകത്ത് പരിഭവങ്ങളോ ചോദ്യങ്ങളോ ആശയങ്ങളോ ഒന്നുമില്ല. മുഖത്തോട്ട് നോക്കി, ആ കർത്താവിന്റെ മുഖത്തോട്ട് നോക്കി അവനെ ഉയർത്തുകയാണ്. There is no questioning or doubts in this. You are just looking at his face and lifting him up. അവൾ പറയാൻ തുടങ്ങി, നീ വിശ്വസ്തൻ. And she started to say, he is faithful. എത്ര പേർ ഇന്ന് പകൽ അത് പറയും? How many can say that today? അവളത് പറയാൻ തുടങ്ങിയപ്പോ, When she started to speak that, ഉച്ചിയിലെ മുടി തൊട്ടുള്ളങ്കാലിലെ നഖം വരെ from the head to the toe, ഒരു ശക്തി വ്യാപരിച്ചു. the power of God that moved. അവിടെ ഗർഭപാത്രത്തിനകത്ത് ശക്തി The വ്യാപരിച്ചു. power moved in her. അവിടെ ശരീരത്തിൽ പുതിയൊരു ബലത്തെ ദൈവം നൽകി. God gave her a new strength in her. ഇങ്ങനെ പറഞ്ഞ് ഞാൻ I അവസാനിപ്പിക്കട്ടെ. want to end this by saying this.
തുതിയാണ് നിന്റെ ശക്തിയുടെ സീക്രട്ട്. The praise is the secret of your strength.